മലപ്പുറത്ത് നമുക്കറിയാം കാട്ടാന കിണറ്റിൽ വീണ സംഭവം അത് വലിയ തോതിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മയക്കുവെടി വെക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. മയക്കുവെടി വെച്ച് ആനയെ തളയ്ക്കണം എന്നുള്ള അതിനെ പുറത്തെത്തിക്കണം എന്നുള്ള ആവശ്യമാണ്. എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാന വീണത്. വനംവകുപ്പും പോലീസും അവിടെ അവരുടെ സാന്നിധ്യമുണ്ട്. നാട്ടുകാരും അവരാ ആനയെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ സുരക്ഷിതമായി അതിനുള്ള നേതൃത്വത്തിൽ അവരുമുണ്ട്. ഇത് മാസങ്ങളായിട്ട് ഇവിടെയുള്ള സാധനമാണ്. ഇത് കൃഷിയുടെ മാത്രം നശിപ്പിക്കുന്ന സാധനം, അല്ലാതെ ഇത് വേറെ ഉള്ള കൂട്ടത്തിൽപ്പെട്ട സാധനമല്ല. ഇത് ഒറ്റയാനാണ്, ചുള്ളിക്കൊമ്പൻ എന്ന് പറയുന്ന സാധനമാണിത്. ഇതിലെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങും, കൃഷിയിടത്തിൽ നിന്ന് പോവില്ല. മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഇതിനെ ഓടിച്ച് ഫോറസ്റ്റിൽ കയറ്റിയതാണ്. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി 9 മണിയായപ്പോ ഇത് റോട്ടിലിറങ്ങി. ഇപ്പൊ റോട്ടിലാണ് പരിപാടി. ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ ചില്ല വീട്ട് ഈ സുഹൃത്തിന്റെ വീടിന്റെ മിറ്റത്തിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിപ്പോയത്. ഒരു 5:30 ആയപ്പോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 4 മണി 5 മണിയാകുമ്പോൾ ആളുകൾ ടാപ്പിന് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇറങ്ങിയെങ്കിലോ ഈ കഴിഞ്ഞ രാത്രി ഞങ്ങൾ വന്നപ്പോ തന്നെ ഞങ്ങൾ ഇതിൽ അടിപ്പെടേണ്ടതാണ്. ഇന്നലെ രാത്രി ഒരു ബൈക്കാരൻ ഈ ആനയുടെ മുമ്പിൽ പെട്ടതാണ്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് കാട്ടിലേക്ക് അയച്ചുവിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. ഇതിനെ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കയറ്റണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനായ കൃത്യമായി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനെ ഞങ്ങൾ ഈ കാട്ടിൽ അയച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് സാഹചര്യം. ഏതായാലും ആന ഇപ്പോഴും കിണറ്റിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാശ്രമം തുടരുന്നുണ്ട്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെയുണ്ട്. അവിടെ ചേരും. അനീഷ്, എന്താണ് ഏറ്റവും വലിയ അത്യാവശ്യം ആഴമുള്ള ഒരു കിണറാണ്. അതിനെ പുറത്തെത്തിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ ഒരു കാര്യമല്ല. മറ്റെന്തെങ്കിലും സമാന്തര സംവിധാനം ഒരുക്കുകയോ മറ്റോ വേണം, അല്ലെങ്കിൽ കിണർ ആ തരത്തിൽ മണ്ണിട്ട് അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ നീക്കം വനം വകുപ്പിന്റെ? അനീഷ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. PV അൻവർ MLA അടക്കം അവിടെ, മുൻ MLA PV അൻവർ അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരുമൊക്കെ ഉണ്ട്. ഈ വനം വിഷയത്തിലൊക്കെ സജീവമായി കഴിഞ്ഞ കുറേ നാളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് PV അൻവർ. അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം വനംവകുപ്പ് അവിടെയുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആന ഇപ്പോഴും കിണറ്റിൽ തന്നെയാണ്. പരിക്കൊക്കെ ഏറ്റു കാണും. അത് എത്രയോ ആഴത്തിലേക്ക് വീണ ഒരാന കൂടിയാണ്. അതിൻ്റെ തൻ്റെതായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർ അത് പുറത്തു കയറാൻ. പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല. കാരണം അത്യാവശ്യം ആഴമുള്ള ഒരു കിണർ കൂടിയാണ്. അനീഷ്, നമ്മൾ ഈ ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകും വനംവകുപ്പ്. ഏറ്റവും ഒടുവിൽ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആന ഇപ്പോഴും കിണറ്റിൽ തുടരുകയാണ്. മയക്കുവെടി വെക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ആനയെ മയക്കുവെടി വെച്ച് ഏതെങ്കിലും തരത്തിൽ പുറത്തെത്തിക്കുക. പക്ഷെ അപ്പോഴും നമുക്ക് ആ മസ്തകത്തിലൊക്കെ കാണാം, തുമ്പിക്കൈയിലോ കാര്യമായ പരുക്ക് ആനക്കേറ്റിട്ടുണ്ട്. മറ്റു കാലുകളുടെയൊക്കെ അവസ്ഥ ഇത് പുറത്തു വന്നാൽ മാത്രമേ അറിയുള്ളൂ. കാരണം ഒരുപാട് നേരം ഇതിനെ ഇങ്ങനെ വെള്ളത്തിൽ കിണറ്റിൽ കിടക്കുക എന്നുള്ളത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ കൂടിയാണ്, പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളിലാണ് ആന കടന്നു പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പ്രദേശത്തൊക്കെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രക്ഷാശ്രമം തുടരുകയാണ് എന്ന് പറയുമ്പോഴും അതെങ്ങനെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. ഇതിനു മുൻപും നിരവധി നമുക്കറിയാം കരടിയും മറ്റും കിണറ്റിൽ വീണ കാര്യങ്ങൾ ഇവിടെ തിരുവനന്തപുരം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ മയക്കുവെടി വെക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അത് ദൗർഭാഗ്യവശാൽ മരിച്ചു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആനയുടെ കാര്യത്തിൽ കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ്. അത്ര വലിയ ജീവിയാണ്. അതിനെ പുറത്തെത്തിക്കുക എന്നുള്ളതിന് സമാന്തരമായ മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടി വരും. നമ്മുടെ വനം വകുപ്പിനും മറ്റും അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന കാര്യമൊക്കെ ഇനിയും കാത്തിരുന്ന് കാണണം. അത് ഒരുപാട് ശ്രമകരമായ ജോലിയാണ്. എന്താണ് ഇപ്പോൾ വനം വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. അനീഷ, കേൾക്കാമോ? എന്താണ് സംഭവിക്കുന്നത് അവിടെ?